ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൺ ബ്രെയിൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ ആദ്യമായിട്ടാണ് മട്ടൺ ബ്രെയിൻ കാണുന്നതും അതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ പോണതും. അപ്പോൾ ഒരു മുട്ടയൊക്കെ പൊരിക്കുന്ന പോലെ, ചിക്കി പൊരിക്കുന്ന പോലെയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ പോണത്. ഫസ്റ്റ് ടൈം ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമുക്കിത് എപ്പോഴും അവൈലബിൾ അല്ല ഈ മട്ടൺ ബ്രെയിൻ. ഹസ്ബൻഡ് കടയിൽ പോയപ്പോൾ ഇത് കണ്ടു, അങ്ങനെ വാങ്ങിച്ചു. അങ്ങനെ ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ യൂട്യൂബ് റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ പൊടികൾ. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം എന്തൊക്കെ പൊടികളാണ് ഞാൻ ഇടണമെന്നുള്ളത്. അപ്പം നമുക്ക് ഉണ്ടാക്കാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ്റെ ബ്രെയിൻ. ഇത് ഫസ്റ്റ് ടൈം ആണ് ഞാൻ കാണുന്നത്. ശരിക്കും നോക്ക്, നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ബ്രെയിൻ തന്നെ എങ്ങനെയുണ്ട്, എടുക്കുമ്പോഴൊക്കെ എന്തോ പോലെ ഉണ്ട്. ഞാൻ ശരിക്കും വീഡിയോയിൽ കണ്ടത് അങ്ങനെ ഒരു ബ്രെയിൻ ആണ്. പക്ഷെ ഞാനിത് കഴുകി വന്നപ്പോൾ ഇങ്ങനെ പീസായി. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ മട്ടൻ്റെ ബ്രെയിൻ. ആൻഡ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ആൻഡ് വേപ്പില. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. അപ്പൊ ഇനി കുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ, ഏകദേശം ചൂടായിട്ടുണ്ട്, ചട്ടി ഓൾറെഡി ചൂടായിട്ടിരിക്കണേ. അപ്പോൾ ഓൾറെഡി ചൂടായിട്ടുണ്ട്. നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ ഓൾറെഡി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എരിവിന് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പച്ചമുളകിൽ ഞാൻ നിർത്തി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതാണ്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതാണ്. പേസ്റ്റിനേക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം അതാണ്. പേസ്റ്റ് ഇടുകയാണെങ്കിൽ കൂടുതൽ സമയം ലാഭിക്കാം. അല്ലാത്ത പക്ഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനേക്കാട്ടിലും ചതച്ചതാണ് ഇട്ട് കൊടുക്കുക. ദെൻ നമുക്ക് മസാലയായിട്ട് ഫസ്റ്റ് ഇടുന്നത് ഞാൻ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി. ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ കണ്ട സമയത്ത് മുളക് പൊടി ഇടുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇടുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുരുമുളക് പൊടി ഇടാമെന്ന്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുരുമുളക് പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ്. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ചിട്ടാൽ മതി. പിന്നെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അത് ആഡ് ചെയ്താൽ മതി. കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അളവ് പറഞ്ഞുതരാൻ അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറണ്ട് പോയി കറക്റ്റ് സമയത്ത്. അപ്പോൾ ബ്രേക്ക് ഇടാൻ പോവാണ്. ഫ്രണ്ട്സിൻ്റെ ഇടയിലോ കസിൻസിൻ്റെ ഇടയിലൊക്കെ മണ്ടത്തരം പറയുമ്പോൾ ഇതിൻ്റെ ബ്രെയിൻ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ എന്ന് പറയുന്ന ആൾക്ക് തയ്ച്ചു കൊടുത്തിട്ട് പറയും മിതമായ നിരക്കിൽ മട്ടൺ ബ്രെയിൻ കിട്ടുമെന്ന്. അപ്പോൾ ഇതിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കണം. ഞാൻ വീഡിയോയിൽ കണ്ടത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേവുമെന്നാണ് തോന്നുന്നത്. ഈ മീനിൻ്റെ പല്ലിനൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ പറ്റുമെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കാം. ഈ ബ്രെയിൻ കിട്ടിയവൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ഒന്ന് പകച്ചു പോയി. ഇയാൾ ഇതും തിന്നുമെന്നായിപ്പോയി. പിന്നെ ആലോചിച്ചപ്പോൾ വേറെ പലതിനെയും ഓടിയിടുന്ന പിടിച്ച് തിന്നുന്ന ആൾക്ക് ഇതൊക്കെ എന്ത് എന്നായി മനസ്സിൽ. ഞാനത് കടിക്കുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. കെട്ടിയോന് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പം എൻ്റെ വീട്ടുകാർ ഇതൊക്കെ കാണുകയാണെങ്കിൽ അവർ അന്തം വിടുകയെന്ന് വെച്ചാൽ അത്ഭുതപ്പെടും. വേറൊന്നല്ല, എൻ്റെ വീട്ടിൽ ഈ വക സാധനങ്ങൾ വാങ്ങിക്കാറില്ല. കാരണം ഞങ്ങൾ അധികാരം കഴിക്കില്ല അത്. പിന്നെ എനിക്ക് ചേട്ടനുണ്ട്, കുട്ടൻ ചേട്ടൻ. പുള്ളിക്കാരൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. അങ്ങനെ കഴിക്കുന്ന ആളാണ്. ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാധനങ്ങളൊക്കെ. ഞാൻ കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്യണത് തന്നെ. ഞാൻ വലിയ മീൻ പോലും കഴിക്കില്ലായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളാണ് എനിക്ക് ഇഷ്ടം. കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ വലിയ മീനുകളും പലതരം ഇറച്ചികളും അങ്ങനെ കഴിച്ച് ഞാൻ പഠിച്ചു. കല്യാണത്തിന് മുന്നേ എൻ്റെ അടുത്ത് ചെറുതില്ല ഇതുപോലെ കുട്ടൻ ചേട്ടൻ ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവരും. വെറൈറ്റി ഇറച്ചികളൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എന്നെ പറ്റിച്ചിട്ട് അങ്ങനെ മുയലിറച്ചി കഴിപ്പിച്ചിട്ടുണ്ട്. ബീഫാന്ന് പറഞ്ഞിട്ട് മുയലിൻ്റെ ഇറച്ചി ഞാൻ അങ്ങനെ കഴിച്ചു. അങ്ങനെ പലതരം ഇറച്ചികൾ ചേട്ടൻ കഴിക്കും. ഇതൊക്കെ എനിക്ക് പറയാമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനിവേ ഞാൻ ചെറുതായിരുന്നപ്പോഴാണ് ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെ മുയലിറച്ചിയൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ ശേഷം കുറേ ഇറച്ചികൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്തൊക്കെ ഇറച്ചികൾ ആണെന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇവിടെ പറയാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. ഇഫ് യു നോ യു നോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് അടച്ചിട്ട് വേവിക്കണം. അത് വിചാരിച്ച പോലെ അല്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഇത് വേവാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് എളുപ്പത്തിൽ വേവുന്നതാണ്. ബട്ട് അങ്ങനെയല്ല, ഉടഞ്ഞു കിട്ടാൻ സമയം എടുക്കുന്നുണ്ട്.
ഇതിന് ഉടഞ്ഞ് വരുമ്പോൾ ഇതിൽ നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചും കൂടി റെഡി ആവാനുണ്ട്, എന്നിട്ടാണ് നമ്മൾ മുട്ട ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. എനിക്കിതിൻ്റെ സ്മെല്ല് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. അത് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനിത് കഴിക്കുമെന്ന് പോലും എനിക്കറിയില്ല. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്നല്ലാതെ കുറേ കഴിക്കണമെന്നൊന്നും എനിക്കില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഐറ്റംസ്. ഇവിടെ ഒരു പുതിന ഉണ്ട്, പുതിന വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, അത് 2 നമുക്ക് പൊട്ടിച്ചൊഴിക്കണം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും മുട്ട ആഡ് ചെയ്തല്ലേ, അപ്പോൾ അതൊന്ന് അതിനും കൂടെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് കിട്ടാൻ അത് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ എഗ്ഗും മട്ടൺ ബ്രെയിനും കൂടെ മിക്സായി നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ഇളക്കുമ്പോൾ എനിക്ക് ഭയങ്കര സോഫ്റ്റ് പഞ്ഞി പോലെ ഒരു ഫ്ലഫി ഫീലൊക്കെയാണ് എനിക്കിത് ഇളക്കുന്ന സമയത്ത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ എന്താ പേരിടാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്, ബട്ട് സ്റ്റിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ട് എന്ന് അറിയണമല്ലോ ഞാൻ ഉണ്ടാക്കിയ സാധനം. അപ്പം നമ്മുടെ മട്ടൺ ബ്രെയിൻ എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിട്ട പേരാണ്, ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്, അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. അപ്പോൾ കഴിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടാവുന്ന എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ കഴിച്ച് നോക്കേണ്ടതെന്ന് കരുതിയതാണ്. പക്ഷെ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ചിൽ ദെൻ ബൈ.